ലോകചരിത്രം വിഭജിക്കപ്പെട്ടത് വാളുകൊണ്ടൊന്നല്ല, തടിക്കൂട്ടിൽ വിരിച്ച രണ്ട് കരങ്ങൾ കൊണ്ടാണ്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച, നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷകൻ കുരിശിലേറിയ മഹാദിനം. ചരിത്രകാരന്മാര് അല്ലെങ്കിൽ സാഹിത്യകാരന്മാര് ഒരു മരണത്തെ ഒരു ശൂന്യതയൊക്കെ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ ഈശോയുടെ മരണം ഒരു പൂർത്തീകരണമായിരുന്നു. ഈശോ അന്ന് കാൽവരിയിൽ അവസാനം ഈശോ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ മരണമടഞ്ഞത്. എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ അതൊരു നിരാശയുടെ അല്ലെങ്കിൽ ആരും കൂടെയില്ലാത്തതിൻ്റെ ഒരു പ്രകടനമൊന്നല്ല, മറിച്ച് വിജയകരമായി എല്ലാം പൂർത്തിയാക്കിയതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഈശോയുടെ മുഖത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദുഃഖവെള്ളിയിൽ നമ്മൾ അനുസ്മരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈശോയുടെ കുരിശിലെ ക്ഷമ, കുരിശിലെ സ്നേഹം. എനിക്ക് ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിളിൽ ഈശോ പറയുന്ന അവസാനത്തെ ഈശോയുടെ അന്തിമ ഉപദേശങ്ങളായിട്ട് നമ്മൾ കണക്കാക്കാവുന്ന ആ വാചകം തന്നെയാണ്: ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അത്രയും തന്നെ ദ്രോഹിച്ചവരോട് ഒരു തെല്ല് പോലും ദേഷ്യം മനസ്സിൽ വയ്ക്കാതെ അവരോട് ക്ഷമിക്കുന്ന ഈശോയുടെ ക്ഷമയും സ്നേഹവും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായി പരിശ്രമിക്കാം. ഈശോയുടെ അത്രയൊന്നും ക്ഷമിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവരോട് അപരൻ്റെ വേദനകളിൽ അവരുടെ കൂടെ ആയിരുന്നുകൊണ്ട് അവരോട്, തന്നെ ദ്രോഹിച്ചവരോട്, നമ്മെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അങ്ങനെ ഈ ദുഃഖവെള്ളി നമുക്ക് ക്ഷമയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഈശോയുടെ കൂടെ വ്യാപരിക്കാനായി പരിശ്രമിക്കാം. ആമേൻ.